അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതിനു മുമ്പ് നിങ്ങളോട് ബഹുമാനപ്പെട്ട വഹബ് ബിൻ മുനബ്ബഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചില ഉപദേശങ്ങൾ ഓർമ്മപ്പെടുത്തിയിരുന്നു. ഇന്നും ബഹുമാനപ്പെട്ടവരുടെ ഒരു നല്ലൊരു ഉപദേശമാണ്. ചെറിയ വാക്കാണ്, പക്ഷെ ഗൗരവമേറിയ വിഷയമാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇന്ന അഅ്ളമദ്ദുനൂബി ഇൻദല്ലാഹി ബഅദ ശിർകി ബില്ലാഹി അസ്സുഖ്രിയത്തു ബിന്നാസ്. വല്ലാത്തൊരു വാക്കാണ്. അതാ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്തുന്ന, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വന്യമായ ദോഷം ഏതിൻ്റെ ശേഷം? ഷിർക്ക് എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ കുറ്റമുള്ള ഒരു ദോഷമാണല്ലോ. അതിൻ്റെ ശേഷം രണ്ടാമത്തെ സ്ഥാനം ബഹുമാനപ്പെട്ടവർ നൽകുന്നത്, എത്രയോ ബന്ധോഷങ്ങളുണ്ട്. ഷിർക്കിൻ്റെ ശേഷം ഇമാമിങ്ങളൊക്കെയും പഠിപ്പിച്ചത് വ്യഭിചാരമുണ്ട്, കൊലയുണ്ട്, എത്രയോ ബന്ധോഷങ്ങൾ ഇമാമിങ്ങൾ നമ്മളോടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ടവർ അതൊന്നും എണ്ണുന്നില്ല. അതിനേക്കാളും ഗൗരവമുള്ളത് ബഹുമാനപ്പെട്ടവർ മനസ്സിലാക്കി തരുന്നത് അസ്സുഖ്രിയത്തു ബിന്നാസ്, ജനങ്ങളെ നിസ്സാരപ്പെടുത്തുക എന്നുള്ളത്. ആരെയാണെങ്കിലും, തൻ്റെ കുടുംബത്തുള്ളവരാവട്ടെ, തൻ്റെ അയൽവാസികളിലാവട്ടെ, തൻ്റെ കൂട്ടുകാരിലാവട്ടെ, അത് അന്യമതസ്ഥനാവട്ടെ, എങ്ങനെയുള്ളവനാവട്ടെ, തന്നെക്കാൾ എത്ര താഴെയുള്ളവനാവട്ടെ, എത്ര വയസ്സിൽ താഴെയുള്ളവനാണെങ്കിലും പോലും ആരോടും ഒരു നിസ്സാരതയുടെ കണ്ണുകൊണ്ട് കാണുക എന്നുള്ളത് അത് അള്ളാഹുവിനെ വലിയ ദേഷ്യപ്പെടുത്തുന്ന വിഷയമാണ്. ഷിർക്കിന് ശേഷം അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്തുന്ന ദോഷം ഇതാണ് എന്നാണ് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നോക്ക്, അതെ, ഇത്രയെല്ലാം ബന്ധോഷങ്ങൾ ഉണ്ടായിട്ട് പോലും ബഹുമാനപ്പെട്ടവർ എന്തേ ഈ ദോഷം, അതേ മനുഷ്യന്മാരെ നിസ്സാരതയോട് കാണുക എന്നുള്ള ഈ വലിയ കുറ്റത്തിനെന്തേ ഇത്രമാത്രം ഗൗരവത്തോടു കൂടെ ബഹുമാനപ്പെട്ടവർ കാണാനുള്ള കാരണം, പലപ്പോഴും അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. വന്നിട്ടും നമ്മളത് വലിയ ആൾക്കാരെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. നാം വലിയ നിസ്കാരക്കാരായിരിക്കാം, നാം വലിയ ഇബാദത്തുള്ളവരായിരിക്കാം, പക്ഷേ റബ്ബിന് അത് വല്ലാത്തൊരു ദേഷ്യപ്പെടുത്തുന്ന വിഷയമാണ്. അതാണല്ലോ, നോക്ക്, ആദം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കാൻ വേണ്ടി അള്ളാഹു ഇബ്ലീസിനോട് കൽപ്പിച്ചപ്പോൾ അവൻ ചെയ്ത കുറ്റം എന്താണ്? ആദം അലൈഹിസ്സലാമിനൊന്ന് നിസ്സാരപ്പെടുത്തി. റബ്ബ് ആ സമയത്ത് തന്നെ അവൻ്റെ എല്ലാ സ്ഥാനങ്ങളും അതോടുകൂടെ ഊരിക്കളഞ്ഞു. അതോടുകൂടെ അവനൊരു അള്ളാഹുവിനെ ശപിക്കപ്പെട്ട ആളായിത്തീർന്നു, അള്ളാഹുവിൻ്റെ ശത്രുവായിത്തീർന്നു. അവന് വലിയ ഇബാദത്തുകാരനാണെന്നോ, അവൻ വലിയ ഇൽമുള്ളവനാണെന്നോ, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളവനാണെന്നോ അതൊന്നും റബ്ബ് നോക്കിയില്ല. അവനൊരു കിബിറിന്റെ ചിന്തിച്ചപ്പോൾ, അത് ആദം അലൈഹിസ്സലാമിനെ നിസ്സാരതയോടുകൂടെ കണ്ടപ്പോൾ അതോടുകൂടെ അള്ളാഹു അവന്റെ റഹ്മത്തുനിന്ന് ആട്ടി ഓടിച്ചു. അപ്പോൾ അതുകൊണ്ട് അതാണ് ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നാം കുറേ നിസ്കാരക്കാരനാണെന്ന് പറഞ്ഞ്, നാം കുറേ ഇബാദത്തുള്ളവനാണെന്ന് ചിന്തിച്ച് നാം ഇങ്ങനെ ചതിപ്പെട്ടു പോവുകയാണ്. നമ്മളെക്കാൾ താഴെയുള്ള, ചിലപ്പോൾ അധികാരത്തിൽ താഴെയുള്ളവർ, അല്ലെങ്കിൽ വയസ്സിൽ താഴെയുള്ളവർ, അല്ലെങ്കിൽ മറ്റുള്ള ഏത് വിഷയത്തിലാവട്ടെ, നാം ഇങ്ങനെ ആൾക്കാരിങ്ങനെ നിസ്സാരപ്പെടുത്തുകയാണ്. അവരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങനെ എടുത്തുകൊണ്ട് അവരിങ്ങനെ നിസ്സാരപ്പെടുത്തുന്നൊരു സ്വഭാവം. ഞാനാണ് എല്ലാത്തിനും കേമൻ, ഞാനാണ് എല്ലാത്തിലും തികഞ്ഞവൻ, ഞാനാണ് അവനേക്കാൾ ഉന്നതി എന്നുള്ളൊരു ചിന്തയാണ് പലപ്പോഴും നമുക്കുണ്ടാകുന്നത്. പാവപ്പെട്ടവരെ കൂടാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അവരെ കൂടെ നിൽക്കാനോ, അവരെ കൂടെ ഭക്ഷണം കഴിക്കാനോ, അല്ലെങ്കിൽ അവരെ കൂടെ ജീവിക്കാനോ, അവരുമായിട്ട് ഇടപെടാനോ ഒരിക്കലും നമ്മളെ മനസ്സ് അനുവദിക്കുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ അവരെ കൂടേണ്ടവനല്ലല്ലോ, ഞാനൊരു വലിയ ആളാണല്ലോ എന്നുള്ള ചിന്തയാണ് പലപ്പോഴും. അതേ കിബറിന്റെ ചിന്ത വരുമ്പോഴാണ് മനുഷ്യന്മാരെ നിസാരമായി കാണുക എന്നുള്ള ചിന്ത വരുന്നത്. അതേ സമയത്ത് മഹാന്മാരുടെ ചിന്ത അങ്ങനെയല്ല, ഞാനും അവരെ പോലെ തന്നെയാണ്. ചിലപ്പോഴൊക്കെ അവരെക്കാൾ കൂടുതൽ ഇൽമു ഉണ്ട് എന്ന് വരാം, അല്ലെങ്കിൽ അധികാരമുണ്ടെന്ന് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാനമുണ്ട് എന്ന് പറയാം. പക്ഷേ
അത് ഇന്നത്തെ ദിവസം തന്നെ അതൊക്കെയും ഊരിക്കളയാൻ അല്ലാഹുവിന് അധികാരമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും പോലും ഞാൻ ഒരാളെയും നിസാരപ്പെടുത്തില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നാം പലപ്പോഴും ശപിക്കപ്പെടുന്ന, നാം ആട്ടി ഓടിക്കുന്ന ഒരു നായയെപ്പോലും മഹാന്മാർ നിസാരതയോടുകൂടെ കാണാൻ അവർ ഭയപ്പെട്ടുപോയി. അവർ ചിന്തിച്ചത്, ഞാൻ ഈ നായിയെ ഞാൻ ആട്ടി ഓടിക്കുമ്പോൾ നിസാരതയുടെ കണ്ണോടുകൂടെ അതിനെ നിസാരപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആട്ടി ഓടിക്കുമ്പോൾ ആ സമയത്ത് തന്നെ എന്നെ നായാക്കാൻ റബ്ബിന് അധികാരമുണ്ട്. അങ്ങനെയുള്ള റബ്ബാണ് എൻ്റെ റബ്ബ്. അതുകൊണ്ട് അതിനെയും സൃഷ്ടിച്ചത് റബ്ബാണ്, എന്നെയും സൃഷ്ടിച്ചത് റബ്ബാണ്. അതുകൊണ്ട് ഒരിക്കലും പോലും അതിനെ പോലും ഞാൻ നിസ്സാരതയുടെ കണ്ണുകൊണ്ട് കാണുകയില്ല. അപ്പോൾ നോക്ക് മഹാന്മാരുടെ ചിന്ത. അവരൊരു പ്രാണിയെ പോലും നിസ്സാരതയെ കണ്ണുകൊണ്ട് കണ്ടില്ല, പിന്നെയില്ലേ മനുഷ്യന്മാരെ. പക്ഷെ നമ്മളാണെങ്കിലോ പ്രാണിയുടെ വിട്, മനുഷ്യന്മാരെ നാം എത്രമാത്രം നാം അവരെ നിസാരപ്പെടുത്തുന്നുണ്ട്, അവരെ കുറവാക്കി കാണുന്നുണ്ട്. അവരുടെ മുമ്പിൽ നാം കിബിറോട് കൂടെ നടക്കുന്നതിന് നമുക്ക് അല്ലാഹു തന്ന അനുഗ്രഹത്തിന് ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു കേമനാണെന്നും ഞാനൊരു വലിയ ആളാണെന്നും എന്നെക്കാൾ അവർക്ക് നിസാരപ്പെട്ടവരാണെന്ന് പലപ്പോഴും നമ്മുടെ ചുറ്റുവശത്തുള്ള ആൾക്കാരുടെ മുമ്പിൽ നാം കിബിറോട് കൂടെ നടക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ശിർക്ക് എന്നുള്ള വലിയ കുറ്റത്തിൻ്റെ ശേഷം, ആ വലിയ പാപത്തിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ കണക്കാക്കപ്പെടുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് വലിയൊരു തെറ്റുണ്ടെങ്കിൽ അത് മനുഷ്യന്മാരെ നിസാരതയോടുകൂടെ കാണുക എന്നുള്ളതാണെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. വളരെ ചിന്തിക്കുക. ഒരിക്കലും പോലും ആരെയും നിസാരപ്പെടുത്തരുത്, ആരെയും കുറവാക്കി കാണരുത്. എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. എല്ലാവരും സംരക്ഷിക്കുന്നവനും എല്ലാവരെയും ഇവിടെ നിയന്ത്രിക്കുന്നവൻ റബ്ബാണ് എന്നുള്ള ചിന്തയും ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരാളെക്കുറിച്ച് നമുക്ക് നിസാരതയുടെ ചിന്ത നമ്മുടെ കൽബിൽ വരികയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നല്ല ചിന്ത തന്ന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.